മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിൽ തീർച്ചയായും ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗങ്ങൾ അസന്തുഷ്ടരാണ്. ന്യൂനപക്ഷ പ്രേമൊന്നുമില്ല ഇവർക്ക്. ന്യൂനപക്ഷ പ്രേമം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മുന്നണികൾക്കും ന്യൂനപക്ഷ പ്രേമം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളോട് മാത്രമാണ്, ക്രിസ്ത്യാനികളോടൊന്നുമില്ല. ആ അവസരത്തിലാണ് BJP-യിലേക്ക് പതുക്കെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ മിക്കവാറും ഏതാണ്ട് എല്ലാ സഭകളും BJP-യോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ അപകടകരമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് LDF-ഉം UDF-ഉം. അതുകൊണ്ട് തന്നെയാണ് കിട്ടുന്ന ഓരോ സന്ദർഭങ്ങളിലും ഇത് എങ്ങനെ BJP-ക്കെതിരെ ഒരു ആയുധമാക്കാം. അങ്ങനെയാണ് മണിപ്പൂർ വീണ് കിട്ടിയത്. മണിപ്പൂരിൽ കാലങ്ങളായി തുടരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലങ്ങളായി തുടരുന്ന സ്പർദ്ധയാണ്, കാലങ്ങളായി തുടരുന്ന അക്രമ സംഭവങ്ങളാണ്. പക്ഷെ ഇപ്പോ ഇത് മുഴുവൻ നടത്തിയത് BJP-യാണ്. BJP-ക്കാർ ഇതാ ക്രൈസ്തവ ദേവാലയങ്ങൾ തീയിട്ട് ചുടുന്നു, ക്രൈസ്തവരെ ചുട്ടുകൊല്ലുന്നു, ക്രൈസ്തവ പെൺകുട്ടികളെ പിച്ചി ചീന്തി അവരെ തെരുവിലൂടെ ആനയിക്കുന്നു. അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച് എങ്ങനെയെങ്കിലും ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്തീയ വോട്ടുകൾ BJP-ക്ക് പോകരുത്, അത് ഒന്നിച്ച് കാലങ്ങളായിട്ട് UDF-ലേക്ക് വരുന്നതാണ്. ഒരു ചെറിയ വിഭാഗം LDF-ലേക്കും പോകുന്നു നമ്മൾ വിചാരിക്കാം. അങ്ങനെ ഈ രണ്ട് മുന്നണികളും ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഇപ്പം. അത് കഴിഞ്ഞിട്ട് ജബൽപൂരിലൊക്കെ സമാനമായ സംഭവങ്ങൾ ഉണ്ടായി. എന്ത് സംഭവം ഉണ്ടാവുമ്പോഴും ഇവര് ക്രിസ്ത്യാനികളോട് ഭയങ്കര കണ്ണീരൊലിപ്പിക്കലാണ്, മുതലക്കണ്ണീരൊലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വീട് കിട്ടിയത് ഛത്തീസ്ഗഡ്. അപ്പൊ നമുക്കറിയാലോ, ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. എന്നുള്ളത് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കേരളത്തിലേതുപോലെയല്ല, അവിടെ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നത് നിയമപ്രകാരം വിലക്കിയതാണ്. അത് നരേന്ദ്രമോദി കൊണ്ടുവന്ന നിയമമല്ല കേട്ടോ, അത് BJP സർക്കാരുകൾ കൊണ്ടുവന്ന നിയമമല്ല കേട്ടോ. അതൊന്നും ആരും പറയുന്നില്ല. ഇത് കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നതാണ്. കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന നിയമമാണ് ഈ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നതിനെതിരായ നിയമം. അങ്ങനെ ഈ നിയമം ഉപയോഗിച്ചിട്ടാണ് ഇവരിപ്പോ ഈ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ മറ്റൊന്ന്, ഇത് ബജരംഗദൾ പ്രവർത്തകര് അല്ലെങ്കിൽ ഈ ഒരു ഹൈന്ദവ മതവുമായി ബന്ധപ്പെട്ടു എന്ന് പറയുന്ന ഈ ബജരംഗദൾ പ്രവർത്തകര് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ സംഭവം അറിയുകയും ഇവര് ഈ കന്യാസ്ത്രീകളെ ബലമായി തടഞ്ഞു വെക്കുകയും വിവരം പോലീസിൽ അറിയിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഇവര് നിയമം കയ്യിലെടുക്കുകയോ ഇവരെ ആക്രമിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാന പ്രത്യേകത. ഇവരെ ആരും കൈവെട്ടിയിട്ടില്ല. കന്യാസ്ത്രീകളുടെ രണ്ട് കൈകളും ഇപ്പോഴും സുരക്ഷിതരാണ്. കേരളത്തിലാണെങ്കിൽ അങ്ങനെയല്ലല്ലോ, നമുക്കറിയാലോ. കേരളത്തിലെ ഒരു മതവിഭാഗം എന്താണ് ചെയ്തതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 51 വെട്ടുവെട്ടിയിട്ടില്ല. അന്തംഗമികൾ ഓർക്കണം, ഈ ബജരംഗ് ദൾ പ്രവർത്തകര് ആ കന്യാസ്ത്രീകളെ 51 വെട്ടുവെട്ടി കൊന്നിട്ടില്ല. അവരാകെ ചെയ്തെന്താണ്, ഇവരെ തടഞ്ഞു നിർത്തി ഇവരോട് വാഗ്വാദത്തിൽ ഏർപ്പെട്ട് അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അവർ പോലീസിൽ അറിയിച്ചു. ഇതാണ് അവിടെ സംഭവിച്ചത്.